കെ.എൻ. ബാലഗോപാലിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ ജനറൽ സെക്രട്ടറി അദ്ദേഹം കൊല്ലത്തു നിന്നാണ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥി പ്രവർത്തകനായി ആരംഭിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ നേതാവായി എത്രയോ വർഷക്കാലമായി ഇന്ത്യയിൽ എമ്പാട് പ്രവർത്തിക്കുന്നതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് ദീർഘകാലമായി പ്രവർത്തിക്കുകയാണ്. ഇന്നിപ്പോൾ ഉള്ള PB മെമ്പർമാർ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള അംഗമാണ്. കൊല്ലത്തിന് അഭിമാനമുണ്ട്. കാരണം കൊല്ലത്തു നിന്നാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. കോളേജിലെ SFI പ്രവർത്തനമായി SN കോളേജിൽ നിന്നും പ്രാക്കുളം സ്കൂളിൽ നിന്നും ആരംഭിച്ചതാണ്. പക്ഷേ അവിടുന്ന് പ്രവർത്തിച്ച് ഇന്ത്യയിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ നേതാവാണ്. ഈ കാലഘട്ടം എന്ന് പറയുമ്പം സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കുറേയേറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എങ്ങനെ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണെന്നുള്ളത് സത്യമാണ്. അത് CPM-നും ഇടതുപക്ഷത്തിനും മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ലോകത്തെ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാലമാണ്. അവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇന്നിപ്പോൾ ലോകത്തെ രാജ്യങ്ങളൊക്കെ വ്യാപാര കരാറുകളും വ്യാപാരത്തിൻ്റെ ചുങ്കത്തിൻ്റെ പ്രശ്നങ്ങളും നേരിടുകയാണ്. വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വരികയാണ്. ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അത് തന്നെയാണ് നടപ്പിലാക്കുന്നത്. ജനങ്ങൾക്കാകെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാത്രമല്ല, ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതിനെ നേരിടുന്ന അതിശക്തമായ മുന്നേറ്റം വരുന്ന കാലത്തുണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്.